प्यारे दोस्तों, सबका स्वागत. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും 10ാം ക്ലാസ് हिंदी ऑनलाइन ക്ലാസ്സിലേക്ക് ഹൃദ്യമായ स्वागतम. आज हमने 10वीं कक्षा के परीक्षा केंद्रित पाठ भागों से गुजरता है. देखिए, हमारी परीक्षा में आने वाले फोकस एरिया में आने वाले 5 പാഠ് है. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 10ാം ക്ലാസ്സിൽ SSLC പരീക്ഷയ്ക്ക് ഫോക്കസ് ഏരിയയിൽ നിന്നും ചോദിക്കുന്ന പാഠഭാഗങ്ങളും ആ പരീക്ഷയ്ക്ക് വരാനുള്ള ക്വസ്റ്റ്യൻ ആൻസറുകളുമാണ് നമ്മളിവിടെ പരിശോധിച്ച് നോക്കുന്നത്. നമുക്കാദ്യം SSLC പരീക്ഷയിൽ നമുക്കെല്ലാവർക്കും അറിയാം, ഫോക്കസ് ഏരിയയിൽ 2 യൂണിറ്റാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അതിൽ ആദ്യ യൂണിറ്റിൽ 3 പാഠഭാഗങ്ങളാണുള്ളത്. രണ്ടാമത്തെ യൂണിറ്റിൽ 2 പാഠഭാഗങ്ങളുമാണ് വരുന്നത്. അപ്പോൾ सबसे पहला इकाई में 3 पाठ भाग है और दूसरी इकाई में 2 पाठ भाग है. सुनिए, सबसे पहले इकाई में आने वाला एक पहला पाठ का नाम है बीर बहुटी है. यह एक कहानी है, प्रभात ने लिखा है. അപ്പോൾ ആദ്യം വരുന്ന പാഠഭാഗമാണ് ബീർ ബഹൂട്ടി എന്ന് പറയുന്നത്. അത് പ്രഭാത് എഴുതിയതാണ്, ഒരു കഹാനിയാണ്. और उसके बाद आने वाला दूसरा पाठ का नाम है हताशा से एक व्यक्ति बैठ गया था. നിരാശയോടെ ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു. विनोद कुमार शुक्ल की कविता पर नरेश सक्सेना की टिप्पणी है. और तीसरा आने वाला पाठ का नाम है टूटा पहिया. श्री धर्मवीर भारती ने लिखा हुआ एक कविता है. അപ്പോൾ ആദ്യ യൂണിറ്റിൽ നിന്നും 3 പാഠഭാഗങ്ങളാണ് പഠിക്കാനുള്ളത്. ബീർ ബഹൂട്ടി എന്ന് പറയുന്ന കഹാനിയും ഹതാശ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന് പറയുന്ന ഒരു ടിപ്പണിയും അതുപോലെ ടൂട്ടാ പഹിയ എന്ന് പറയുന്ന കവിതയുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നീട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് രണ്ടാമത്തെ യൂണിറ്റിൽ അയാം കലാം കെ ബഹാനെ എന്ന് പറയുന്ന പാഠഭാഗമാണ്. മിഹിർ എഴുതിയ അയാം कलाम के बहाने नामक एक फिल्मी लैग है. और इस पाठ में आने वाले दूसरा पाठ का नाम है सबसे बड़ा शोमैन. गीत चतुर्वेदी ने लिखा हुआ एक जीवनी है यह. तो कुल 5 पाठ भाग है. അങ്ങനെ മൊത്തം 5 പാഠഭാഗങ്ങളാണ് ഫോക്കസ് ഏരിയയായി SSLC ഹിന്ദിയിൽ പഠിക്കാനുള്ളത്. അതിൽ നമുക്കെല്ലാവർക്കും അറിയാം, ഒന്നാമത്തെ യൂണിറ്റിൽ വരുന്ന ആദ്യത്തെ പാഠഭാഗമാണ് बीर बहुटी എന്ന് പറയുന്നത്. बेला और साहिल की सच्ची मित्रता की कहानी है बीर बहुटी. इसमें आने वाले प्रमुख कथापात्र है बेला और साहिल है. ആ പാഠഭാഗത്തിൽ ബീർ ബഹൂട്ടി എന്ന് പറയുന്ന പാഠഭാഗത്തിൽ വരുന്ന പ്രധാന 2 കഥാപാത്രങ്ങളാണ് ബേലയും സാഹിലും. दोनों 5वीं कक्षा में पढ़ते हैं. 2 പേരും 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ പാഠഭാഗത്തിൻ്റെ ആദ്യ ഭാഗത്ത് വരുന്ന കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. പാഠഭാഗത്തിലെ ആദ്യ ഭാഗത്ത് അവർ 2 പേരും അന്ന് വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങി. क्योंकि उन्हें बीर बहुटियों से मिलना होता था. दोनों घर से कुछ समय पहले निकला. क्यों എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. 2 പേരും വീട്ടിൽ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി. ക്യോം എന്തുകൊണ്ട്? ഉനേം ബീർ ബഹൂട്ടിയും സെ മിൽന ഹോത്താ ഥാ. അവർക്ക് ബീർ ബഹൂട്ടികളെ കാണണമായിരുന്നു. ഇസ്ലിയെ ദോനോം ഘർ സെ കുച്ച് സമയ പഹലെ നിഖലെ. അതിനാൽ തന്നെ അവർ 2 പേരും വീട്ടിൽ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി. അപ്പോൾ ആദ്യ പാരഗ്രാഫ് കഴിഞ്ഞു. രണ്ടാമത്തെ പാരഗ്രാഫിൽ ബീർ ബഹൂട്ടിയും കി വിശേഷതായും ക്യാ ക്യാ ഹെ എന്ന് ചോദിക്കുന്നുണ്ട്. ബീർ ബഹൂട്ടികളുടെ വിശേഷണങ്ങൾ എന്തെല്ലാം? സുർക്ക്, മുലായം, ഗദ്ബദി, ബീർ ബഹൂട്ടിയം. ബീർ ബഹൂട്ടികളുടെ വിശേഷണമാണ് സുർക്ക്, മുലായം, ഗദ്ബദി, ബീർ ബഹൂട്ടിയം. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത പാരഗ്രാഫിലേക്ക് വന്നു കഴിഞ്ഞാൽ ബെല और സാഹില് ബീർ ബഹൂട്ടിയും ഖോ ഗുജ്തേ ഹെ. ബേലയും സാഹിലും ബീർ ബഹൂട്ടികൾ അന്വേഷിക്കുന്നു. ആ സമയത്ത് ദോനം കെ ബീച്ച് കാ ഏക് വാർത്താലാപ് ഹെ. 2 പേരും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് 2 പേരും
സാഹിലിൻ്റെ പേനയിൽ മഷി നിറയ്ക്കാൻ വേണ്ടി ദോനോം ദുക്കാൻ पर पहुंचे. രണ്ടുപേരും കടയിലേക്ക് എത്തി. उस समय दुकानदार और बेला और साहिल के बीच का वार्तालाप क्या है? അങ്ങനെ അവിടെ ഒരു കോൺവെർസേഷൻ ഉണ്ട്. അപ്പോൾ ഈ പാഠഭാഗത്തിൽ പ്രധാനമായും ചോദിക്കുന്ന 4 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. പഠിക്കഥ ലിഖിം അല്ലെ, സ്ക്രിപ്റ്റ് എഴുതാൻ ചോദിച്ചേക്കാം. तो उसी प्रकार पत्र लिखें, ലെറ്റർ എഴുതാൻ ചോദിക്കും. ഒരു ഡയറി ലിഖേം, ഡയറി ചോദിക്കും. ചരിത്ര पर ടിപ്പണി ലിഖേം, ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ ചോദിക്കും. സ്വഭാവത്തെക്കുറിച്ചൊരു വിശദീകരണം എഴുതാൻ വേണ്ടി ചോദിക്കും അല്ലേ. അപ്പം നമുക്കിനി ആ പാഠഭാഗത്തിൽ ബീർബഹൂട്ടി എന്ന് പറയുന്ന പാഠഭാഗത്തിൽ ഏതെല്ലാം ചോദ്യങ്ങളാണ് പ്രധാനമായും ഉള്ളത് എന്നുള്ളതാണ്. അപ്പം അതിൽ പ്രധാനമായും നമുക്കൊന്ന് നോക്കാം. പാഠഭാഗമൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് വിശേഷൻ ശബ്ദ് ചുൻകർ ലിഖേം എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും അല്ലേ. വിശേഷൻ ശബ്ദ് ചുൻകർ ലിഖേം, എന്താണ് വിശേഷൻ ശബ്ദം എന്ന് പറഞ്ഞാൽ? നമുക്കിവിടെ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. സഫേദ് പട്ടി ഹെ और बुरी जमीन है, नीली स्याही, हरा खेत, छोटा बाजरा, तंग गलियाം, അത്രയും നൽകിയിട്ടുണ്ട്. അപ്പം അതിലൊക്കെ വരുന്നത് നമുക്കറിയാം സഫേദ് പട്ടി അല്ലേ. ഫോർ എക്സാമ്പിൾ ചോട്ടാ ബച്ച എന്ന് എഴുതി കഴിഞ്ഞാൽ ഒരു പ്രോനൗണിനെ അല്ലെങ്കിൽ ഒരു നൗണിനെ വിശേഷിപ്പിക്കുന്നതാണ് അല്ലേ. ചോട്ടാ ബച്ച, ബച്ച എന്ന് പറയുന്നത് ഒരു സഗ്യാഹെ നൗണാണ്. ആ നൗണിനെ വിശേഷിപ്പിച്ചതാണ് ചോട്ടാ എന്നുള്ളത്. അപ്പോൾ छोटा बच्चा इसमें विशेषण शब्द छोटा है. उसी प्रकार देखिए सफेद पट्टी है, उसमें आने वाली सबसे पहला वाक्य है विशेषण. വിശേഷൺ ശബ്ദം ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ആദ്യങ്ങളിൽ വരുന്നതായിരിക്കും വിശേഷൺ ശബ്ദം വരുന്നത്. ഇപ്പൊ സഫേദ് പട്ടി, इसमें സഫേദ് വിശേഷൺ ഹേ. और बुरी जमीन, बुरी വിശേഷണാണ്. നീലി സ്യാഹി, സ്യാഹി മാന ഇങ്ക് അല്ലേ. അപ്പോൾ നീലി സ്യാഹി, ബ്ലൂ ഇങ്ക്, അതിൽ ബ്ലൂ ആണ് ഇങ്കിന്റെ വിശേഷണം. അപ്പം നീലി. ഹരാഗേത്ത്, പച്ചപ്പ് നിറഞ്ഞ വയലുകളിൽ ആ പച്ചപ്പ് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ആ വയലിന്റെ വിശേഷണമായിട്ട് വരുന്നത്. ചോട്ടാ ബാജ്റ, ഇസ്മേം ചോട്ടാ വിശേഷൺ ഹേ. और तंग गलियाम, ഇടുങ്ങിയ സ്ട്രീറ്റ്, इसमें तंग शब्द विशेषण है. तो देखिए विशेषण शब्द हमें मालूम है. അപ്പോൾ വിശേഷണം എന്ന് പറയുന്ന എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി അതിൽ പാഠഭാഗത്തിൽ വന്നിരിക്കുന്ന 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുണ്ട്. ബേലയും സാഹിലും ബീർബഹൂട്ടികൾ അന്വേഷിക്കുന്ന സമയത്ത് സ്കൂളിൽ ബെല്ലടിച്ചു. അങ്ങനെ സ്കൂളിലെ ഫസ്റ്റ് ബെല്ലിൻ്റെ പഹലി ഗണ്ടി ലഗ് ഗയി ഹേ, ഫസ്റ്റ് ബെല്ലിൻ്റെ സൗണ്ട് കേട്ടു. അപ്പോഴാണ് സാഹിൽ പറഞ്ഞത് മുജെ പെൻമേം സ്യാഹി ബർവാനി ഹേ, എനിക്ക് പേനയിൽ മഷി നിറക്കണം. അങ്ങനെ 2 പേരും പേനയിലേക്ക് മഷി നിറക്കാൻ വേണ്ടി ചെന്നു. പെൻമേം ജോ സ്യാഹി ബച്ചി ദി ഉസെ സാഹിലിനെ ജമീൻ പർ ചിടക് ദിയ, പേനയിൽ എത്രയാണോ മഷി ബാക്കിയുണ്ടായിരുന്നത് അത് സാഹിൽ ഭൂമിയിലേക്ക് ഒഴിവാക്കി കളഞ്ഞു. പുതിയ മഷി നിറക്കാൻ വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് പഴയ മഷി ഉപയോഗമില്ലല്ലോ എന്ന് വിചാരിച്ചെന്ത് ചെയ്തു, അത് സാഹിൽ ഭൂമിയിലേക്ക് ഒഴിവാക്കി. അങ്ങനെ കടക്കാരൻ്റെ അരികിലേക്ക് ചെന്നപ്പോൾ ബേലാനെ ബോലി ഏക് പെൻ സ്യാഹി ബർദോ, ബേല പറഞ്ഞു ഒരു പേനയിലേക്ക് മഷി നിറച്ചതാ. അപ്പോൾ കച്ചവടക്കാരൻ പറഞ്ഞു സ്യാഹിക്ക് ബോത്തിൽ അബി അബി ഖാലി ഹോ ഗയി ഹേ, ഇങ്ക് ബോട്ടിൽ ഇപ്പോൾ ഖാലിയാണ്. കൽഹി മിൽ പായകി, ഇനി നാളെയേ ലഭിക്കുള്ളൂ. അപ്പോഴാണ് ബേല പറഞ്ഞേ इसने पेन में जो स्याही बची थी उसे जमीन पर चिटक दिया. ഇവനെന്ത് ചെയ്തു, പേനയിൽ എത്രയാണ് മഷി ഉണ്ടായിരുന്നത് അത് ഭൂമിയിലേക്ക് തെളിച്ചു കളഞ്ഞു. അപ്പോഴാണ് കച്ചവടക്കാരൻ പറഞ്ഞത് ബാദൽ കോ ദേഖ് കർ ഗഡേ കോ നഹീൻ ഡുലാന ചാഹിയേ, മേഘം കണ്ടാൽ കുടം കമഴ്ത്തരുത്. ഇപ്പൊ 2 മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിക്കാം ബാദൽ കോ ദേഖ് കർ ഗഡേ കോ നഹീൻ ഡുലാന ചാഹിയേ, ദുഖാൻദാർ ने इसे क्यों कहा, കച്ചവടക്കാരൻ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? तो इसके जवाब बहुत आसान है. बिना सोच विचार से काम करना उचित नहीं है. देखिए बिना सोच विचार से काम करना उचित नहीं.
വീണ്ടും വിചാരമില്ലാതെ ഒരു ജോലിയും ചെയ്യരുത്. बादल को देखकर गड़े को नहीं दुलाना चाहिए. इसका मतलब क्या है? बिना सोच विचार से काम करना उचित नहीं. साहिल ने पेन में जो स्याही बची थी उसे जमीन पर छिड़क गया था और नई स्याही भरवाने के लिए दोनों दुकान पर गए थे. അപ്പൊ എങ്ങനെ ആ 2 മാർക്കിന്റെ ആൻസർ ചെയ്യാം? बादल को देखकर गड़े को नहीं दुलाना चाहिए എന്ന് ചോദ്യം കണ്ടാൽ ദുക്കാൻദാറിനെ ഇസ് ക്യോം കഹാ എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ എങ്ങനെ എഴുതും? ബിനാ സോച്ച് വിചാർ സേ കുച്ച് നഹീം കർണാ ചാഹിയേ. വീണ്ടും വിചാരമില്ലാതെ ഒന്നും പ്രവർത്തിക്കരുത്. സാഹിലിനെ പെൻമേ നയീ സ്യാഹി ബർവാനിക്ക് ഇച്ഛാസേ. സാഹില് പേനയിൽ പുതിയ മഷി നിറക്കാം എന്നുള്ള ആഗ്രഹത്തില് ഉസ്മേ ബച്ചി സ്യാഹി, അതിൽ ബാക്കിയുണ്ടായിരുന്ന മഷി ജമീൻ പർ ചിടക് ദിയ, ഭൂമിയിലേക്ക് ഒഴിവാക്കി. ദുക്കാൻ മേ സ്യാഹി ഖത്തം ഹോ ഗയി തി. അങ്ങനെ സാഹിൽ അതിലുള്ള മഷി ഒഴിവാക്കി. പക്ഷെ കടയിലേക്ക് ചെന്നപ്പോഴോ അവിടെ മഷി ഉണ്ടായിരുന്നില്ല. തബ് ദുക്കാൻദാറിനെ സാഹിൽ സേ ഐസ കഹ. അപ്പോഴാണ് കച്ചവടക്കാരൻ ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ബാദൽ കോ ദേക്കർ ഗഡേ കോ നഹീം ദുലാന ചാഹിയെ വെരി ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. ഫോക്കസ് ഏരിയ എന്ന് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഇനി അതുപോലെ വരുന്ന മറ്റൊരു ചോദ്യമാണ്, ജബ് ബേല സാഹിൽ കെ പാസ് ആക്കർ ബൈട്ടി ഉസ്സെ നസർ നഹീ മിലാ പായി ക്യോം. എപ്പോഴാണോ ബേല സാഹിലിന്റെ അരികിലേക്ക് വന്നിരുന്നത്, ഉസ്സെ നസർ നഹീ മിലാ പായി, അവന്റെ മുഖത്തേക്ക് പോലും നോക്കിയില്ല. ക്യോം, എന്തുകൊണ്ട് എന്നുള്ളതാണ്. ക്യാ ഹൈ ഇസ്കാ അർത്ഥ്? ബേല നമ്മൾ പഠിച്ചതാണ് സുരേന്ദ്രജി മേസാബ് के बुरे व्यवहार के बारे में. सुरेंद्र जी मैथ साहब गणित के अध्यापक थे. वे बच्चों को जरा सी गलती पर इधर उधर फेंक देते थे. കുട്ടികളെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അകാരണമായി ഉപദ്രവിക്കുമായിരുന്നു എന്ന് പഠിച്ചതാണ് അല്ലേ. അങ്ങനെ എപ്പോഴാണോ സാഹിലിന്റെ അരികിലേക്ക് ബേല വന്നിരുന്നത് അവന്റെ മുഖത്തേക്ക് പോലും നോക്കിയില്ല. ക്യോം? എന്താ ആൻസർ ചെയ്താ? बेला जानती थी कि अपने दोस्त साहिल की नजर में वो बहुत अच्छी लड़की है. साहिल के सामने बेला स्वयं अपमानित होना नहीं चाहती थी. मैं साहब ने साहिल के सामने बेला के बालों में पंजा फंस कर फेंकने वाले थे. यह देखकर सब डर गए थे. इससे बेला शर्मिंदा महसूस हुई थी. इसलिए बेला साहिल के पास आकर बैठ गई. वो उससे नजर नहीं मिला पाई. എന്താ പറഞ്ഞത്? ബേലയ്ക്ക് അറിയാമായിരുന്നു അപ്പിനെ ദോസ്ത് സാഹിലിക്ക് നസർമേം, തൻ്റെ സുഹൃത്തായ സാഹിലിന്റെ വ്യൂവില് അവൾ വളരെ നല്ലവളാണ് എന്നുള്ളത്. സാഹിൽ കെ സാമനെ, സാഹിലിന്റെ മുമ്പിൽ ബേല സ്വയം അപമാനിക്കപ്പെട്ടത് പോലെ തോന്നി അല്ലേ. എന്താഗ്രഹിച്ചിരുന്നില്ല? സ്വയം അപമാനിതൻ ഹോന നഹീം ചഹതീതി, സ്വയം അപമാനിക്കപ്പെടാൻ ആഗ്രഹിച്ചിരുന്നില്ല. മേസാബ് സാഹിലിന്റെ മുമ്പിൽ ബേലയുടെ മുടിയിലേക്ക് പിടിച്ചു. ഇത് കണ്ടിട്ട് സബ് ഡർ ഗയേ, എല്ലാവരും പേടിച്ചു പോയിരുന്നു. ഇസ്സെ ബേല ശർമിദ ഹുയി തി, ഇതിലെ ബേല ആകെ ലജ്ജിച്ചു പോയിരുന്നു. ഇസ്ലിയെ ബേല സാഹിൽ കെ പാസ് ആക്കർ, അതുകൊണ്ടാണ് ബേല എപ്പോഴാണോ സാഹിലിന്റെ അരികിലേക്ക് വന്നത് ഒരിക്കലും സാഹിലിന്റെ മുഖത്തേക്ക് നോക്കാതിരുന്നത്. ഇപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള 2 ചോദ്യങ്ങളാണ്. ഇനി നമുക്ക് ചരിത്ര पर टिप्पणी लिखी. സുരേന്ദ്ര ജി മേസാബ് കെ ചരിത്ര पर टिप्पणी लिखेം എന്ന് പരീക്ഷയിൽ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എഴുതും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ ബേലയെ കുറിച്ച് ചോദിക്കുകയാണെങ്കിലും സാഹിലിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിലും എങ്ങനെ എഴുതും? ബീർബഹുട്ടി നാമക് കഹാനി കെ പ്രമുഖ കഥാപാത്ര ഹേ ബേല और സാഹിൽ യാ ഗണിത് കെ മേസാബ്. ഏത് ക്യാരക്ടറാണ് ചോദിക്കുന്നത് അത് അതിൽ എഴുതി വെക്കൂ അല്ലേ. അപ്പൊ നമുക്ക് ഗണിത് കെ മേസാബ് കെ ചരിത്ര पर टिप्पणी लिखे. ബീർബഹുട്ടി കഹാനി കാ മുഖ്യ പാത്ര ഹേ സുരേന്ദ്ര മേസാബ്. ബീർബഹുട്ടി എന്ന് പറയുന്ന പാഠഭാഗത്തിലെ പ്രധാന ക്യാരക്ടറാണ് സുരേന്ദ്രജി മേസാബ്. വേ ബേല और സാഹിൽ കെ ഗണിത് കാ മാസ്റ്റർ ഹേ. അദ്ദേഹം ബേലയുടെയും സാഹിലിന്റെയും ഗണിതിന്റെ അധ്യാപകനായിരുന്നു. വേ ആദത്ത് സെ ഗുസാലോ ഹേ. അദ്ദേഹത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ഒരു ദേഷ്യമുള്ളതാണ്. ബച്ചേ ഉൻകെ നാം സുനത്തെ ഹി ഡർ ജാത്തെ ഹേ. കുട്ടികൾ അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോഴേ പേടിക്കുമായിരുന്നു അല്ലേ. പിന്നെയോ
उनके पीरियड के 2 മിനിറ്റ് पहले बच्चे अपने अपने स्थान पर आ बैठते थे. അദ്ദേഹത്തിന്റെ പീരിയഡിന്റെ 2 മിനിറ്റ് മുമ്പ് എല്ലാ കുട്ടികളും അവരുടെ സീറ്റുകളിൽ വന്നിരിക്കുമായിരുന്നു. വേ ജറാസി ഗലത്തി पर बच्चों को मारते हैं. സുരേന്ദ്രജി മാത്സ് സാബ് ആണെങ്കിലോ ജസ്റ്റ് മിസ്റ്റേക്കിന് പോലും കുട്ടികളെ നന്നായി ഉപദ്രവിക്കുമായിരുന്നു. ബാലം കോ പക്കട് കർ ഇധർ ഉധർ ഫേങ്ക്തേ ഹേ. മുടി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിയുമായിരുന്നു. ബച്ചം കി കാംഫിയാം ബി ഫേങ്ക് ദേത്തെ ഹേ. കുട്ടികളെ പേടിച്ച് വിറക്കുമായിരുന്നു അദ്ദേഹത്തെ കാണുമ്പോഴേ. വേ ക്രൂര സ്വഭാവക്കെ അധ്യാപക. അദ്ദേഹം എന്താണ്, ഒരു ക്രൂവലായിട്ടുള്ള ഒരു ക്രൂര സ്വഭാവമുള്ള അധ്യാപകനാണ്. വേ മാസ്റ്റർ ബനനേക്ക് യോഗ്യ നഹി ഹേ. അദ്ദേഹം ഒരു ടീച്ചർ ആവാനുള്ള യോഗ്യതയില്ലാത്ത ആളാണ്. അപ്പോൾ സുരേന്ദ്രജി മാത്സ് സാബിൻ്റെ ചരിത്രപർ ടിപ്പണി ലിഖ്യം എന്ന് പറഞ്ഞാൽ അത് കണ്ടു അല്ലേ. ഇനി നമുക്ക് പരീക്ഷാ കേന്ദ്രിതമായിട്ട് ഷുവറായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യനാണ് പഠ്കഥ ലിഖ്യം. സ്ക്രിപ്റ്റ് എഴുതാനാണ് അല്ലേ. ഇപ്പോൾ ഒരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ എങ്ങനെയൊക്കെയാണ് എഴുതുക എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. പ്രധാനമായിട്ടും ഇപ്പോൾ इम्पोर्टेंट आइट नोका 5वीं कक्षा का रिजल्ट आ गया, दोनों छठी में पास हो गए. ये स्कूल 5वीं तक ही थी. അപ്പോൾ ഒരു പാരഗ്രാഫ് കണ്ടു അല്ലേ. 5ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നു, 2 പേരും 6th സ്റ്റാൻഡേർഡിലേക്ക് പാസ്സായി. ഈ സ്കൂള് 5ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട്, ആ ഒരു പാരഗ്രാഫ് വെച്ചിട്ട് इस दृश्य का पढ़कथा तैयार करें. ഈ സീനിന്റെ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കണം. അപ്പോൾ നമുക്ക് ആദ്യം എഴുതുമ്പോൾ കൊടുക്കാം ദൃശ്യ 1 സീൻ 1. അതിൽ എന്തൊക്കെ വേണം? സ്ഥാന, സമയ, പാത്ര, ആയു, വേഷഭൂഷ, സന്ദർഭ്, സംവാദ്. അത്രയുമാണ് ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുമ്പോൾ വേണ്ടത്. ഏതൊക്കെ വേണം? ആദ്യം സ്ഥാന, പിന്നീട് സമയ, പാത്ര അല്ലെങ്കിൽ ആയു, കഥാപാത്രങ്ങളും വയസ്സും, വേഷഭൂഷ, സന്ദർഭ്, ഒരു അന്തമയം സംവാദ്. അത്രയും വേണം. അപ്പം നമുക്ക് ഇതൊന്ന് പരിശോധിച്ച് നോക്കാം. എങ്ങനെയാണ് 5ാം ക്ലാസ്സിലെ റിസൾട്ട് വന്ന സമയത്ത് 2 പേരും വളരെ ദുഃഖത്തിലായിരുന്നു. ആ സമയത്തുള്ള കോൺവെർസേഷൻ എങ്ങനെയായിരിക്കും? അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എഴുതുന്നത് പഠ്കഥ തയ്യാർ കരേം എന്ന് ക്വസ്റ്റ്യൻ കണ്ടാൽ എങ്ങനെ ആൻസർ ചെയ്യും? देखिए सबसे पहले स्थान है. स्थान स्कूल का मैदान और समय सुबह 11 बजे. पात्र और आयु बेला 11 साल और സാഹിൽ 11 साल. ബേല 11 വയസ്സുകാരിയാണ്, സാഹിലും 11 വയസ്സും. ഇനി വേഷഭൂഷ സ്കൂളി വർദ്ധി ഹെ, സ്കൂൾ യൂണിഫോമാണ്. संदर्भ रिजल्ट देखने के बाद दोनों स्कूल के मैदान में गड़े होकर बातें करते हैं. पर सिचुएशन क्रिएट ചെയ്തു അല്ലേ. റിസൾട്ട് ആനെ पर അല്ലേ. റിസൾട്ട് വന്ന സമയത്ത് 2 പേരും സ്കൂളിന്റെ ഗ്രൗണ്ടിൽ ഇരുന്ന് കൊണ്ട് എന്ത് ചെയ്യാണ്? സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി അതിൽ കോൺവെർസേഷൻ ആണ് മുന്നോട്ട് പോകാനുള്ളത്. അപ്പൊ സംവാദ് നോക്കാം. ബേല ബഡി ഖുഷി സെ, ബ്രാക്കറ്റിൽ കൊടുത്തു അല്ലേ, വളരെ സന്തോഷത്തോടു കൂടി. സാഹിൽ ഹം ദോനോ പാസ് ഹോ ഗയേ നാ, നമ്മൾ 2 പേരും പാസ്സായില്ലേ. സാഹില് ഖുഷി സെ ഹാം ബേല, യെസ് ബേല, സന്തോഷത്തോടു കൂടി പറഞ്ഞു അല്ലേ. ഇപ്പൊ ബേല സാഹിൽ अब तुम कहाँ पढ़ोगे? इनी साहिले नी എവിടെയാ പഠിക്കുക? സാഹിലെ ഉദാസ് ഹോക്കർ ആകെ സങ്കടത്തോടു കൂടി പറഞ്ഞു അജ്മീർ മേ വഹാം ഏക് ഹോസ്റ്റൽ ഹേ. ഞാൻ അജ്മീറിലാണ് പഠിക്കുക, അവിടുത്തെ ഹോസ്റ്റലിലാണ് ഇനി ഞാൻ പഠിക്കാൻ പോകുന്നത്. ബേല ആശ്ചര്യസേ, ആശ്ചര്യത്തോടു കൂടി ചോദിച്ചു അജ്മീർ, അജ്മീറിലോ ഹോസ്റ്റൽ, അവിടുത്തെ ഹോസ്റ്റലിലോ? സാഹില് ദുഃഖി ഹോക്കർ, സാഹിൽ വളരെ ദുഃഖത്തോടു കൂടി പറഞ്ഞു തും കഹാം പഠോഗി ബേല, നീ എവിടെ പഠിക്കുക ബേല? ബേല പറഞ്ഞു മേ ഷെഹർ കെ രാജകീയ കന്യാ പാഠശാല മേ പഠായേഗി, ഞാൻ ടൗണിലെ ഒരു ഗേൾസ് സ്കൂളിൽ പഠിക്കും. സാഹിൽ കി അങ്കോ മേ ആംസു ദേഖ് കർ, സാഹിലിൻ്റെ കണ്ണുകളിൽ കണ്ണുനീര് കണ്ടിട്ട് ബേല കളിയാക്കാൻ തുടങ്ങി. രോനി സുരത്ത് സാഹിൽ, രോനി സുരത്ത് സാഹിൽ. അങ്ങനെ അപ്പോൾ ഇനി ആ സീൻ അവിടെ സംവാദ് കഴിഞ്ഞു. ഇനി ആ സീൻ ഒന്ന് ക്ലോസ് ചെയ്യണം. ദോന ഹസ്തേ ഹെ, അത് കേട്ടപ്പോൾ 2 പേരും ചിരിക്കുന്നു. ഫിർ അലഗ് അലഗ് രാസ്തേ പർ ചലേ ജാത്തേ ഹെ, പിന്നീട് അലഗ് അലഗ് രാസ്തേ പർ ചലേ ജാത്തേ ഹെ, 2 വഴിയിലൂടെ അവർ 2 പേരും പോകുന്നു. ദൃശ്യ സമാപ്ത്.
അങ്ങനെ സീൻ എന്ത് ചെയ്യുന്നു, അവസാനിക്കുന്നു. അപ്പോൾ ഇതിൽ പടുക്കഥ എഴുതുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കി. ഇനി നമ്മൾ പരീക്ഷയിൽ ചോദിക്കാനുള്ള സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, बेला और साहिल अलग अलग स्कूल में भर्ती हुई. बेला साहिल के नाम जो पत्र लिखती है वो कल्पना करके लिखे. ബേലയും സാഹിലും സെപ്പറേറ്റ് സ്കൂളുകളിൽ പോയി. അങ്ങനെ ബേല സാഹിലിൻ്റെ പേരിൽ ലെറ്റർ എഴുതിയാൽ അതെന്തായിരിക്കും? അപ്പം അങ്ങനെ ലെറ്റർ എഴുതുമ്പോൾ നമുക്കറിയാം സ്ഥാന് താരീഖ് വേണം. സ്ഥാൻ അവിടെ ഫുലേര കൊടുത്തു, ഒരു ഡേറ്റ് കൊടുത്തു. ഇനി പ്രിയ സാഹിലിലെ അവിടെ പ്രിയ മിത്ര എഴുതിയതിന് പകരം ഇവിടെ ആരൊക്കെ എഴുതുന്നത്? സാഹിലിനാണ്. അതുകൊണ്ട് അവിടെ കൊടുത്തു പ്രിയ സാഹില് നമസ്കാർ. എന്നിട്ട് സാധാരണ പോലെ തന്നെ ലെറ്ററിൽ എഴുതുന്ന ആദ്യത്തെ 3 പാരഗ്രാഫ് ടോട്ടലി 3 പാരഗ്രാഫ് ഉണ്ടായിരിക്കും. അതിൽ ഫസ്റ്റ് പാരഗ്രാഫ് എഴുതി വെച്ചു അല്ലേ. തും കൈസേ ഹോ, സ്കൂൾ കൈസാ ഹേ, തുമേ പസന്ത് ആയ ക്യാ, നയേ നയേ മിത്ര ഹോഗാ നാ, ഹോസ്റ്റൽ മേം സാരി സുവിധായേ ക്യാ. അപ്പോൾ ബേല സാഹിലിനോട് ചോദിക്കുകയാണ്, നിനക്ക് എങ്ങനെയുണ്ട്, സ്കൂളൊക്കെ എങ്ങനെയുണ്ട്, എല്ലാവരും ഇഷ്ടപ്പെട്ടില്ലേ, പുതിയ പുതിയ ദോസ്തൊക്കെ ഉണ്ടായിരിക്കുമല്ലേ, ഹോസ്റ്റൽ മേം സാരി സുവിധായേ, ഹോസ്റ്റലിൽ എല്ലാ സൗകര്യങ്ങളൊക്കെ ഇല്ലേ. അങ്ങനെ സാഹില് തുമേം പത്താ ഹേ, ബേല അതിൻ്റെ കണ്ടന്റ് എഴുതാൻ തുടങ്ങി. സാഹിൽ നിനക്കറിയുമോ, ഹമേഷ തുമാരി യാദ് ആത്തി ഹേ, ഞാനെപ്പോഴും നിന്റെ ഓർമ്മയിലാണ്. ഖേൽത്തേ സമയം, കളിക്കുമ്പോഴും, സ്കൂൾ ആത്തേ ജാത്തേ വക്ത്, സ്കൂളിലേക്ക് വരുമ്പോഴും പോകുമ്പോഴും. ബഹുത് അച്ഛേ ദിൻ ബിതായേ ദേഹം, നമ്മൾ രണ്ടുപേരും ഒരുപാട് നല്ല നല്ല സമയങ്ങളൊക്കെ ചിലവഴിച്ചില്ലേ. സ്കൂൾ മേ മാനാ ജാന, സ്കൂളിലേക്ക് വരുമ്പോഴും പോകുമ്പോഴും. രാസ്തമേ ബീർബഹൂട്ടി നമുക്ക് ഗോച്ന, വഴിയിൽ വെച്ച് ബീർബഹൂട്ടികളെ കണ്ടപ്പോൾ. കക്ഷാമേ സാത്ത് സാത്ത് ബൈറ്റിന, സ്കൂളിൽ ഒരുമിച്ചിരുന്നപ്പോൾ. ലങ്കടി ഢാങ്ക് കേൽന, ആ കക്ക് കളിച്ചപ്പോൾ. മേരി ഗണിത അധ്യാപിക റീതാജി ബഹുത് അച്ചി ഹേ, എൻ്റെ മാത്സ് സാബ് ഇവിടെ വളരെ നല്ലവളാണ്. കൊയ് ബി അധ്യാപക ഹമേം മാർത്തെ ഹി നഹി ഹേ, ആരും ഇവിടെ കുട്ടികളെ ഉപദ്രവിക്കാറില്ല. സബി അധ്യാപക അച്ഛേ ഹേ, എല്ലാ ടീച്ചേഴ്സും ഇവിടെ നല്ലതാണ്. അങ്ങനെ ഇനി അവസാനിപ്പിക്കുകയാണ്. സാഹിലെ സബ് ബസ് സബ് ഇത്തനെ ഹേ, സാഹിലെ ഇനി 3 എഴുതുന്നുള്ളൂ. ബാക്കി അകലെ പത്രമേം, ശേഷം നെക്സ്റ്റ് ലെറ്ററിൽ കാണാം. ചുട്ടി യോമേം ഗാവ് അവോഗന, ലീവുള്ള സമയത്ത് ഗ്രാമത്തിലേക്ക് വരില്ലേ. തബ് മിലേങ്കെ ജറൂർ, തീർച്ചയായും കാണാം. അപ്പോൾ ലെറ്ററിലെ കണ്ടന്റ് കഴിഞ്ഞു. ഇനി താഴെ തുമാര മിത്ര ബേല ഹസ്താക്ഷർ അല്ലെ, തുമാര മിത്ര ഹസ്താക്ഷർ ബേല എന്ന് കൊടുത്തു. ഇനി സേവാമേം, ആർക്കാണോ എഴുതുന്നത് അതൊരു കോളത്തിൽ കൊടുത്തു. സേവാമേം നാം പത്ത എന്ന് കൊടുത്തു. അപ്പോൾ ബീർബഹൂട്ടി എന്ന് പറയുന്ന പാഠഭാഗത്തിൽ പരീക്ഷാ കേന്ദ്രിതമായിട്ട് വരാനുള്ളതൊക്കെ പരിശോധിച്ചു. വിനോദ് കുമാർ ശുക്ല इसकी कवि है. देखिए इस पाठ में जानना शब्द का असली आधार और रूढ़िग्रस्त अर्थ के बारे में चर्चा किया है. जानना എന്ന് പറയുന്ന ശബ്ദത്തിന്റെ ട്രഡീഷണൽ ആയിട്ടുള്ള രൂഢിഗ്രസ്ത അർത്ഥത്തിനെ കുറിച്ചും ജാനനയുടെ അസലി അർത്ഥത്തിനെ കുറിച്ചുമാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. ജാനന ശബ്ദ का अर्थ क्या है, അറിയുക. കവി ഇതിൽ പറയുന്നത് നമ്മളൊരു വ്യക്തിയെ എങ്ങനെ തിരിച്ചറിയണം എന്നുള്ളതാണ്. പരമ്പരാഗതമായിട്ട് जो व्यक्ति को उसके नाम पते उम्र ओहदे जाति आदि से जानने का रूढ़िग्रस्त अर्थ माना है. ഒരാളെ പേര് കൊണ്ടോ അഡ്രസ്സ് കൊണ്ടോ പദവി കൊണ്ടൊക്കെ അറിയുന്നുവെങ്കിൽ അത് ജാനനയുടെ ട്രഡീഷണൽ മീനിങ് ആണ്. लेकिन कवि इस कविता में कहते हैं कि हमें एक व्यक्ति को जानना है उसकी हताशा, നിരാശ, അസഹായത ഒരു സംഘട സേ ജാനന ചാഹിയേ. നമ്മൾ ഒരാൾ അറിയണമെങ്കിൽ അയാളുടെ നിരാശയുടെയും അസഹായ അവസ്ഥയുടെയും ദുരിതത്തിന്റെയും അടിസ്ഥാനത്തിൽ അറിയണം. तो देखिए जानने का रूढ़िग्रस्त अर्थ क्या है. जानने का रूढ़िग्रस्त अर्थ है नाम पता उम्र ओहदे जाति से जानना. और जानने का असली आधार क्या है. जानने का असली आधार है हताशा, निराशा, असहायത, സംഘട്ട് और दुख से जानना है. അപ്പോൾ ഈ പാഠഭാഗത്തിൽ പ്രധാനമായിട്ടും അത് 2 കാര്യങ്ങളാണ് ഓർത്തു വെക്കാനുള്ളത്. പിന്നെ ഈ പാഠഭാഗത്തിന്റെ ഒരു മെസ്സേജ് ആണ്, ദോ മനുഷ്യം കെ ബീച്ച് മനുഷ്യത കാ എഹ്സാസ് ഹോനാ ചാഹിയേ. 2 മനുഷ്യന്മാർക്കിടയിൽ മനുഷ്യത്വത്തിന്റെ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. ജാൻകാരിയം ജറൂറി നഹി ഹേ,
എന്ത് അറിയൽ ആവശ്യമില്ല, മാനവീയ സംവേദന ഉണ്ടായാൽ മതി. ഇനി നമുക്ക് ഈ പാഠഭാഗത്തില് സഹി പ്രസ്താവ് ചുനേം എന്നുള്ള ഒരു ക്വസ്റ്റ്യൻസ് പരിശോധിച്ച് നോക്കാം. അപ്പൊ പാഠഭാഗത്തിന്റെ ഏകദേശം ഐഡിയ കിട്ടും. കവി വ്യക്തിക്കോ പഹലേ സേ ജാൻതാ താ. ശരിയാണോ? കവി വ്യക്തിയെ ആദ്യം അറിയുമായിരുന്നോ? ഇല്ല. അപ്പോ ടീക്ക് ചിഹ്നാണോ ഗലത്തി ചിഹ്ന കൊടുക്കുക? ഇവിടെ ഗലത്തി ചിഹ്ന കൊടുക്കുക അല്ലെ. ഇനി കവി വ്യക്തിക്ക് ഹതാശക്കോ ജാൻതേ थे. കവി വ്യക്തിയുടെ നിരാശയെ അറിയുമായിരുന്നു. ശരിയല്ലേ? ശരിയാണ്. ഇനി കവിക്കോ ഉസ്കാ നാം പത്ത ഉമ്ര ഓഹദെ ജാതി സെ ജാനാ ഹെ. കവി അയാളുടെ പേരിന്റെയും അഡ്രസ്സിന്റെയും അറിവിൽ അടിസ്ഥാനത്തിലാണോ മനസ്സിലാക്കിയത്? അല്ല. വ്യക്തിക്കോ സങ്കട സെ ജാനാ ചാഹിയെ. വ്യക്തിയുടെ ദുരിതത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അത് ശരിയാണ്, കറക്റ്റാണ്. ദോ മനുഷ്യോം കെ ബീച്ച് മനുഷ്യത യാ മാനവീയ സംവേദന ഹോനി ചാഹിയെ. ഈ പാഠഭാഗത്തിന്റെ തീം അതാണ്. രണ്ട് മനുഷ്യന്മാർക്കിടയിൽ മനുഷ്യത്വപരമായ ഒരു സമീപനം ഉണ്ടായിരിക്കണം. കറക്റ്റാണ്. മുസീബത്ത് മേ പടെ അപരിചിത വ്യക്തിക്കോ ദേക്കർ മദത് കർണ ഹമാര കർത്തവ്യ ഹേ. ഒരു പ്രയാസത്തിൽ അകപ്പെട്ട ഒരു വ്യക്തിയെ കണ്ടാൽ അയാളുടെ വന്ന് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഡ്യൂട്ടീസ് ആണ്. കറക്റ്റ് അല്ലേ? യെസ്, കറക്റ്റാണ്. വിനോദ് കുമാർ ശുക്ല കി ഭാഷ മൗലികവും സഹജ ഹേ. വിനോദ് കുമാർ ശുക്ലിന്റെ ഭാഷ വളരെ സിമ്പിളാണ്, സ്വാഭാവികമാണ്. കറക്റ്റാണ്. കവിത एक गजल की तरह श्रोताओं के जुबान पर स्वयं आ जाते हैं. കവിത ഒരു ഗസലിനെ പോലെ ഓഡിയൻസിന്റെ നാവിൻ തുമ്പിൽ എത്തിച്ചേരും. അതും കറക്റ്റാണ്. इस कविता में जानिना शब्द के रूढ़िग्रस्त अर्थ को पूरी तरह बदल देती है. ഈ കവിതയിലൂടെ ജാനിന എന്നുള്ള വേർഡിന്റെ മീനിങ്ങിനെ തികച്ചും ചേഞ്ച് ആക്കുന്നു. അതും കറക്റ്റാണ്. അപ്പോൾ हताशा से एक व्यक्ति बैठ गया था. विनोद कुमार शुक्ल की कविता पर नरेश सक्सेना की टिप्पणी है. जानना का असली आधार क्या है? जानने का असली आधार है उस जो व्यक्ति को उसके हताशा, निराशा, असहायता और संकट से जानना है. ഇനി അതിലെ ആദ്യ യൂണിറ്റിൽ അവസാനമായി വരുന്ന പാഠഭാഗമാണ് ടൂട്ടാ പഹിയ എന്ന് പറയുന്നത്. ശ്രീ ധർമ്മവീർ ഭാരതിനെ ലിഖാ ഹുവ എക് ഐതിഹാസിക രചന ഹെ. ധർമ്മവീർ ഭാരതി എഴുതിയ ഒരു കവിതയാണ് ടൂട്ടാ പഹിയ എന്ന് പറയുന്നത്. ഇതെന്താണ്? ഒരു പ്രതീകാത്മക രചന ഹെ. ഇതൊരു പ്രതീകാത്മകമായ രചനയാണ്. മഹാഭാരത യുദ്ധത്തിന്റെ ഒരു പാർട്ട് എടുത്തുകൊണ്ടാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ചോദിക്കുന്നത് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഒന്നാമതായി കവിതയുടെ പ്രാസംഗികത पर टिप्पणी लिखें എന്നായിരിക്കും. ആ ടൂട്ടാ പഹിയ നാമക് കവിത की പ്രാസംഗികത पर टिप्पणी लिखें. ടൂട്ടാ പഹിയയുടെ പ്രാസംഗികതയെക്കുറിച്ച് ടിപ്പണി എഴുതാനാണ്. അപ്പോൾ श्री धर्मवीर भारती ने लिखा हुआ एक ऐतिहासिक कविता है टूटा पहिया. इसमें कवि महाभारत के एक पहलू लेकर कविता लिखी है, लेकिन यह एक प्रतीकात्मक रचना है. അപ്പോൾ ടൂട്ടാ പഹിയ എന്ന് പറയുന്ന പാഠഭാഗത്തിൽ പ്രധാനമായും एक പ്രതീകാത്മക രചന है. ഇതെന്താണ്? ഒരു പ്രതീകാത്മക രചനമാണ്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നൽകിയിട്ടുണ്ട്. പ്രതീക് കിസ്ക പ്രതിനിധിത്വ കർത്താ ഹെ. എന്താണ് പ്രതീകം എന്നുള്ളതും ആരെയാണ് ഇത് പ്രതിനിധാനം ചെയ്യുന്നത് എന്നുള്ളതും. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നൽകിയിരിക്കുന്നു ലഘുമാനവ്. ലഘുമാനവ് യാ കിസ്ക പ്രതിനിധിത്വ കർത്താ ഹെ. ആരെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്നുള്ള സ്ഥലത്ത് ലഘുമാനവ് എന്നാൽ പുറത്ത് ആര് വേണം? ക്യാ ഹെ? ടൂട്ടാ പഹിയ ലഘുമാനവ് കാ പ്രതീക് ഹെ. ടൂട്ടാ പഹിയ എന്ന് പ്രതീകത്തിന്റെ ഭാഗത്ത് വന്നാൽ അപ്പുറത്ത് എന്ത് ചെയ്യും? അപ്പൊ ആദ്യം ടൂട്ടാ പഹിയ എന്ന് എഴുതി അവിടെ എന്ത് ചെയ്യും? ലഘുമാനവ്, സാധാരണ മാനവ്, മാനവ് മൂല്യം എന്ന് എഴുതും. ഇനി ടൂട്ടാ പഹിയ എഴുതി ഇനി അഭിമന്യു എന്നാണെങ്കിൽ, അഭിമന്യു ആണെങ്കിൽ അപ്പുറത്ത് എന്തായിരിക്കും എഴുതിയുള്ള? അധർമ്മക വിരോധി, അധർമ്മങ്ങൾ എതിർക്കുന്ന ആളാണ്. മൂന്നാമതായിട്ട് ചക്രവ്യൂഹ്, സമസ്യായം ക പ്രതീക്, സമസ്യകളാണ്, പ്രോബ്ലംസ് ആണ്. और ब्रह्मास्त्र अधर्मियों की महाशक्ति है और महारथी अधर्मी और शोषक है. അപ്പോൾ ടൂട്ടാ പഹിയ എന്ന് പറയുന്ന പാഠഭാഗത്തിൽ ഈ പ്രതീകങ്ങളാണ് പരീക്ഷയ്ക്ക് പ്രധാനമായും ചോദിക്കുന്നത്. അപ്പോൾ കവിതയുടെ പ്രാസംഗികതയെക്കുറിച്ച് ടിപ്പണി ചോദിക്കാം. അതല്ല എങ്കിൽ ഈ പാഠഭാഗത്ത് നിന്ന് മേ ബ്രദ് കാ ടൂട്ടാ ഹുവാ പഹിയ ഹും इसमें മേം കോൻ ഹേ. ഞാൻ രഥത്തിന്റെ പൊട്ടിയ ചക്രമാണ്. ഇതിൽ ഞാൻ എന്നുള്ളത് ആരാണ്? इसमें മേം ശബ്ദ കിസ്കി ഓർ ഇഷാര കിയാ ഹെ.
देखिए टूटा पहिया है, टूटा पहिया എന്നുള്ളതാണല്ലേ. അപ്പോൾ 10वीं कक्षा के सबसे पहले इकाई में आने वाले 3 पाठ भाग हमने चर्चा किया है. ഒന്നാമത്തെ യൂണിറ്റിലെ എല്ലാ പാഠഭാഗങ്ങളും നമ്മൾ പരിശോധിച്ചു. അതിൽ പരീക്ഷാ കേന്ദ്രിതമായ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. എല്ലാവർക്കും SSLC പരീക്ഷയിൽ ഫുൾ A+ ലഭ്യമാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. സബ്കോ മേരി ഓർ സെ ധന്യവാദ്.